ഹായ് ഫ്രണ്ട്സ്, ഈസി ടിപ്സിലേക്ക് സ്വാഗതം. തിരുവാതിര ഞാറ്റുവേലയിലും കർക്കിടക മാസത്തിലും ആട്ടിൻ സൂപ്പ് കഴിക്കുന്ന പതിവ് മുമ്പ് മിക്ക കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇത് തുടരുന്നവർ ധാരാളം. ആരോഗ്യപുഷ്ടിക്കാണിത്. ആട്ടിൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ കൈക്കാലുകൾ പാകപ്പെടുത്തി 1-2 ദിവസം, ആട്ടിൻ്റെ വാരിയല്ല്, നട്ടെല്ല്, കഴുത്തല്ല് എന്നിവ പാകപ്പെടുത്തി 2-3 ദിവസം, ആട്ടിൻ തല വരട്ടിയെടുത്ത് 1-2 ദിവസം, അങ്ങനെ 7 ദിവസം, ഒന്നുകൂടി ആവർത്തിച്ച് 14 ദിവസം എന്ന കണക്കിലാണ് കഴിക്കുന്ന പതിവ്. ഒരു സെറ്റ് ആട്ടിൻ സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ഊർജ്ജസ്വലനായി ജീവിക്കാം. ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കുന്നതിനായി വേണ്ട ചേരുവകൾ: ആടിൻ്റെ കൈകാലുകൾ ചെറുതായി മുറിച്ച് കഴുകിയെടുത്തത് 1/2 കിലോഗ്രാം, ചുവന്നുള്ളി തൊലി കളഞ്ഞത് 1 കപ്പ്, ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. കുക്കറിൽ ആടിൻ്റെ എല്ലും 8 ഗ്ലാസ് വെള്ളവും 2 മുതൽ 5 വരെ ഉള്ളവയും ചേർത്ത് അടുപ്പിൽ വെക്കണം. എല്ല് ചെറിയ കല്ലുരുളിയിൽ നന്നായി ചതച്ചെടുക്കുന്നത് നന്നായിരിക്കും. കുക്കറിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് വെക്കണം. കുക്കർ തുറന്ന് 2-2.5 ഗ്ലാസ് വെള്ളമാകുന്നതുവരെ വറ്റിക്കണം. കനമുള്ള തവി കൊണ്ട് ചതച്ച് യോജിപ്പിച്ച് വലിയ കണ്ണുള്ള അരിപ്പയിൽ ഊറ്റിയെടുത്ത് നെയ്യിൽ ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞത് നെയ്യിൽ മുപ്പിച്ച് സൂപ്പ് കുരുമുളക് ചേർത്തിളക്കി ഇറക്കി വയ്ക്കാം. ഇടനേരത്തോ ഊണിനോടൊപ്പമോ കഴിക്കാവുന്നതാണ്. പകുതി മാറ്റിവെച്ച് വറുത്തിടുന്നതിന് മുൻപ് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം ചൂടാക്കി വറവിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ദിവസം ആടിൻ്റെ വാരിയല്ല്, നട്ടെല്ല്, കഴുത്തല്ല് എന്നിവ ചതച്ചെടുത്ത് കുക്കറിൽ സൂപ്പുണ്ടാക്കി 2 ദിവസമാക്കി കഴിക്കാം. ഇനി ആട്ടിൻ തലയുടെ കഴിക്കാൻ പറ്റിയ ഇറച്ചിയും എല്ലും തലച്ചോറും വെവ്വേറെ ആക്കി വെക്കണം. 1 കോഴിമുട്ടയും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും തലച്ചോറും കൂടി അടിച്ച് പതപ്പിച്ച് ചിക്കി പൊരിച്ചെടുത്ത് കഴിക്കാം. എല്ലുഭാഗം മുകളിൽ പറഞ്ഞ അതേ രീതിയിൽ സൂപ്പുണ്ടാക്കി 1 ദിവസത്തേക്ക് കണക്കാക്കി വറ്റിച്ച് വറവിട്ട് കഴിക്കാം. ആട്ടിൻ തലയുടെ ഇറച്ചിയുടെ ഭാഗം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് മയത്തിൽ വേവിച്ചെടുക്കണം. 1 കപ്പ് ചുവന്നുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി എന്നിവ നെയ്യിൽ മൂപ്പിച്ച് 1 ടീസ്പൂൺ കുരുമുളകും വേവിച്ച ഇറച്ചിയും ചേർത്ത് ഉലർത്തിയെടുക്കണം. 1-2 ദിവസം ചോറിനോടൊപ്പമോ ചപ്പാത്തി, പത്തിരി, അപ്പം തുടങ്ങിയവയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഇത് നാടൻ രീതിയിൽ സൂപ്പ് പാകപ്പെടുത്തലാണ്. ഓരോരുത്തർക്കായി ഉണ്ടാക്കിയെടുത്ത് കഴിക്കുന്ന രീതി. കൂടുതൽ അളവെടുത്ത് കൂടുതൽ പേർക്ക് പാകപ്പെടുത്തി കഴിക്കാം. അല്പം കോൺഫ്ലവർ ചുവന്നുള്ളിയോടൊപ്പം മൂപ്പിച്ച് സൂപ്പ് ഒഴിച്ച് ഉണ്ടാക്കിയാൽ ഇന്നത്തെ രീതിയിലുള്ള കുറച്ച് കട്ടിയുള്ള സൂപ്പ് ഉണ്ടാക്കാം. മുകളിൽ മല്ലിയില വിതറി ഉപയോഗിക്കാം.